എൻ്റെ പേര് ഷെർലി സെൽവരാജൻ എന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. മരിനാട് എന്നൊരു സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 ജനുവരി 2-ാം തീയതിയാണ്. ഞാൻ ഇങ്ങനെ ഇവിടെ വരാൻ കാരണം ഒത്തിരി കഷ്ടതയിലായിരുന്നു. ഞാൻ എൻ്റെ ഭവനം നഷ്ടപ്പെട്ട് ഒത്തിരിയും ദുഃഖ ദുരിതത്തിലാക്കപ്പെട്ടു വരുന്ന സമയത്ത് എൻ്റെ മാനസിക നില തെറ്റുകയും, അതായത് ശിരസ് മുതൽ പാദം വരെ എനിക്ക് രോഗാവസ്ഥയായിരുന്നു. എൻ്റെ മാനസിക തളർച്ച വന്നപ്പോൾ മൊത്തം ഞാൻ രോഗാവസ്ഥയിൽ അകപ്പെട്ടതുപോലെ തോന്നി. അപ്പോൾ ഉറക്കമില്ലായ്മ, ആഹാരം വേണ്ട, എപ്പോഴും എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോകണം എന്നുള്ള ചിന്തയൊക്കെയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് ആരെങ്കിലും കാണണം, പ്രാർത്ഥിക്കാൻ പറയണം, എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ ഈ നെഞ്ചെടുപ്പിന് ഉള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് 3 വർഷം കൊണ്ട് ഗുളിക കഴിക്കും. നെഞ്ചെടുപ്പിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്. നെഞ്ചെടുപ്പ് എന്ന് പറയുമ്പോൾ ഹൈ നെഞ്ചെടുപ്പാണ്, എനിക്ക് പ്രഷർ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നെഞ്ചെടുപ്പ് വരുമ്പോഴും ഞാൻ തളർന്ന അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അവസ്ഥയൊക്കെ ഉള്ളപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വഴിക്ക് വെച്ച് ഒരു സഹോദരിയെ ഞാൻ പരിചയപ്പെടുന്നു. ആ സഹോദരി പറഞ്ഞു, ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കൂ, നിൻ്റെ പ്രശ്നമൊക്കെ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പോൾ എനിക്കിവിടെ വരണം എന്നുള്ള വലിയ ആഗ്രഹമായി. ഞാനങ്ങനെ ജനുവരി 2-ാം തീയതി ഇവിടെ വരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കളൊക്കെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് നാവിന് നല്ല വേദന, ഉമിനീര് പോലെ ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ, പൾസിൻ്റെ അസ്വസ്ഥ ബുദ്ധിമുട്ട്, പിന്നെ ബ്രസ്റ്റ് നെഞ്ചൊക്കെ ഭയങ്കര വേദന, നെഞ്ചിനൊക്കെ ഭയങ്കര വേദനയുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇവിടെ ബ്രസ്റ്റിലൊക്കെ ഇവിടെ നെഞ്ചിൽ മുഴേൻ്റെ സംശയമുണ്ട്, അത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവസ്ഥയിൽ ഉടമ്പെടുത്തതിന് ശേഷം ഞാൻ ഇത് ടെസ്റ്റിന് പോകുമ്പോഴും ഞാൻ അവിടെ നിന്ന് പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. ഇതിന് ശേഷം പരിശോധിക്കാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ചെറിയ ഇതൊക്കെ കാണുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല, എന്നാൽ നമുക്ക് സമയത്ത് വരെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, വേറെ ടെസ്റ്റൊക്കെ കൂടുതൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അതിനൊന്നും പോയില്ല. ഞാനും മാതാവിനെ വിശ്വസിച്ചു, മാതാവേ, നീ അറിയാതെ എനിക്ക് എൻ്റെ ശരീരത്തിൽ ഒരു അസുഖം വരത്തില്ല അമ്മേ, ഞാൻ അമ്മയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അമ്മേ, ഞാൻ ടെസ്റ്റ് നടത്താൻ പോകണില്ല, എൻ്റെ ശരീരത്തിൽ ഇനി ഒരു മുഴയും വളരത്തില്ല, അതൊന്നും വളരാകത്തുമില്ല എന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം ഞാൻ ഉപ്പും തേനും ഉടമ്പടിയിലേക്ക് പുരട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നാവിന് വേദന മാറി. ഒരു ദിവസം ഞാൻ പറഞ്ഞു, മാതാവേ, നീ എല്ലാവരും സാക്ഷ്യം കേൾക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് എനിക്ക് ഈ വിഷമങ്ങൾ മാറുന്നില്ല, നാവ് വേദന മാറുന്നില്ല, പേഴ്സിൻ്റെ ഇതൊന്നും മാറുന്നില്ല മാതാവേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ സെക്കൻഡിൽ എൻ്റെ നാവിൻ്റെ വേദന മാറുന്നതിൽ എനിക്ക് തോന്നി. അപ്പോൾ പൾസിൻ്റെ ആ അസുഖവും എന്നിൽ നിന്ന് വിട്ടുമാറുന്നു. പിന്നെ ശാരീരിക ബുദ്ധിമുട്ട്, പിന്നെ ഞാൻ ഉറങ്ങുന്നു, നന്നായിട്ട് ഉറക്കം കിട്ടുന്നു, ഭക്ഷണം കഴിക്കുന്നു, എല്ലാ കാര്യവും നന്നായിട്ട് ചെയ്യുന്നു. വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റാത്ത ഞാനാണ്, നന്നായിട്ട് ജോലികളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ ദിവസം ഞായറാഴ്ച ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ പോയി ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുമ്പോൾ ആ കുർബാന നടത്തുന്ന സമയത്ത് തന്നെ എനിക്ക് ശരീരമാകെ തളരുന്നു, എൻ്റെ ശരീരമൊക്കെ തണുത്ത് മരവിക്കാൻ തുടങ്ങി, ഈ ഇടതുവശം തളർന്നു പോകുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് നെഞ്ചെടുപ്പ് കൂടി വർദ്ധിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ മരിക്കും, എനിക്കിനി നിൽക്കാൻ പറ്റുന്നില്ല, എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഞാൻ ഈശോയെ ഈ കുർബാന പൂർത്തിയതിനു ശേഷം എൻ്റെ ജീവൻ അങ്ങ് എടുക്കണേ എന്ന് ഞാൻ പറഞ്ഞു അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ ഒരവസ്ഥ ഞാൻ പിന്നിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കൺട്രോൾ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് പിന്നെ എൻ്റെ ഉള്ളിലോട്ട് പെട്ടെന്നൊരു ഉണർവ് വന്നു, ഞാൻ ഉടമ്പടി എടുത്തതല്ലേ, അപ്പോൾ എനിക്കൊന്നും സംഭവിക്കത്തില്ല, അങ്ങനെ ഒരു ഉണർവ്. ഞാൻ പറഞ്ഞു, മാതാവേ, നിൻ്റെ ഉടമ്പടി എടുത്ത് എനിക്ക് ഒരിക്കലും ഇനി ഒരു സംഭവം നടക്കില്ല, എൻ്റെ ശരീരത്തിനോ എൻ്റെ ശരീരം ഒന്നും സംഭവിക്കും. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥന ശേഷം മുതൽ എനിക്ക് പെട്ടെന്നൊരു എനർജി എൻ്റെ ശരീരത്തിൽ കയറി വന്നു. പെട്ടെന്നൊരു ശരീരം തണുത്ത ശരീരങ്ങൾ ചൂടാകാൻ തുടങ്ങി. പെട്ടെന്ന് എനിക്ക് അതെല്ലാം മാറി. ഞാൻ നേരെ എൻ്റെ ശരീരം കൺട്രോളിലായി. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ മാതാവ് പ്രവർത്തിക്കുന്നെന്ന് മനസ്സിലായി. ഞാൻ കുർബാനയെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം നല്ല വേദന, എന്തോ ഒരു ശരീരം മൊത്തത്തിൽ അറ്റാച്ച് ചെയ്ത പോലെ നാടി നരമ്പുകളെല്ലാം വേദനയുണ്ട്, എന്തോ സംഭവിക്കേണ്ടത്. എൻ്റെ അമ്മ അത് വരാതെ നോക്കിയതാണ് എൻ്റെ ഒരു വലിയൊരു വിശ്വാസം. ഞാൻ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെയൊക്കെ വന്നതാണ്, പക്ഷേ എല്ലായിടും വേദനിക്കുന്നു, പക്ഷേ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതിന് ഞാൻ നന്ദി പറഞ്ഞു. പിന്നെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇതിൻ്റെ പേരിൽ ഇവിടെ വന്നു, ഇങ്ങനെ ഞങ്ങൾ കാര്യം പറഞ്ഞു, എനിക്കിങ്ങനെയാണ് ഹാർട്ട് ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് ആരുടെയും ഒരു വിഷം, അത് എൻ്റെ വീട്ടിലെ പ്രശ്നമായാലും മറ്റുള്ള സങ്കടം പോലും കേൾക്കാതില്ല, ആരും ചെറിയ വിഷം ഞാൻ തളർന്നു പോയി, ഈ വശങ്ങൾ തളർന്നു പോകും, മരവിച്ച് പോകും, ആ ഒരു അവസ്ഥയായിരുന്നു. ഞാനിവിടെ നിന്ന് അച്ഛനെ കാണാൻ എനിക്ക് ടോക്കൺ കിട്ടി. അച്ഛനടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ബ്രസ്റ്റിൽ സംശയമുണ്ട് ഇതിൻ്റെ. പിന്നെ എൻ്റെ ഇത് നെഞ്ചിട്ട് മാറിയില്ല. അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അച്ഛൻ്റെ വിശുദ്ധ തൈലം എൻ്റെ തള്ള വിരലിൽ തൊട്ട് തന്നിട്ട് പറഞ്ഞ്,
ഇടത് നെഞ്ചിൽ വിശ്വാസ പ്രമാണത്തിൽ കുരിശൊറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ തൈലം ബാത്റൂമിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ നെഞ്ചിൽ വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിച്ചു. അത് അത്ഭുതമെന്ന് പറയട്ടെ, ആ നിമിഷം മുതൽ എനിക്ക് പിന്നെ ഇതുവരെ ആ നെഞ്ചെടുപ്പ് വന്നിട്ടില്ല, ആ ഒരു പ്രശ്നമേ വന്നിട്ടില്ല. എൻ്റെ ശരീരം ഒത്തിരി ഉറപ്പായി. എൻ്റെ ഹൃദയം ഇന്നും എന്ന് വെച്ചാൽ ഈ ഇതിന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണം, അപ്പോൾ ഗുളിക ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ നിയമങ്ങൾ തന്നിട്ടുണ്ട്, എന്താണ് കാപ്പി കുടിക്കരുത്, എരി കൂട്ടരുത്, മധുരവെള്ളം കഴിക്കരുത്. പക്ഷേ അതിനുശേഷം ഇപ്പം ഞാൻ എല്ലാ ആഹാരം കഴിക്കുന്നു, എനിക്ക് നെഞ്ചിന് ഒരു പ്രശ്നമില്ല. എൻ്റെ ഉള്ളിൽ എന്ത് പ്രശ്നം വന്നാലും എൻ്റെ ഹൃദയം കല്ല് പോലെ ഇരിക്കും. അങ്ങനെ അതിൽ നിന്ന് അതിനുശേഷം എനിക്ക് ധൈര്യം കിട്ടി. ഇങ്ങനെ മാധവത്താൻ എനിക്ക് നന്ദി പറയുന്നതിന്. പിന്നെ ഉള്ളത് എൻ്റെ മകന് ഞാൻ ഉടമ്പടിയിൽ വെച്ചപ്പോൾ മകൻ വിദേശത്ത് UK പോയത്. 1.5 വർഷമായി പോയിട്ട്. അപ്പോൾ ഞാൻ അപ്പോഴേ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ അവനൊരു വർക്കിംഗ് വിസ വേണമെന്ന് ഒരു ആഗ്രഹിച്ച് പ്രാർത്ഥിക്കായിരുന്നു. UK പോയി സ്റ്റഡി വിസയിലാണ്. ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ മകനൊരു വർക്കിംഗ് വിസ കൊടുക്കണം മാതാവേ, അവനൊരു ജോലിയുടെ വിസ കൊടുക്കാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ പെട്ടെന്നും ഇങ്ങനെ അവനോട് ശ്രമിക്കാൻ മോൻ പറഞ്ഞു, അമ്മ ഫീസ് അടയ്ക്കാൻ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് നമുക്കൊരു വർക്കിംഗ് വിസയ്ക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓമൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജൂലൈ മാസം 17-ാം തീയതി അവിടെ നിയമം മാറുന്നു. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിയമം മാറുന്നു, കോഴ്സ് പൂർത്തിയാക്കാത്തവർക്കും ഫീസ് അടയ്ക്കാത്തവർക്കും ഇനി വിസ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം വന്നപ്പോൾ ഇനി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ആ മുതലാളി പറഞ്ഞു, നിനക്ക് ഞാൻ വിസ തരാം, പക്ഷേ നാട്ടിൽ നിന്ന് നിനക്ക് വിസ അടിക്കാൻ പറ്റത്തില്ല, നീ വീട്ടിലേക്ക് നാട്ടിൽ പോയിട്ട് ഇവിടെ UK നിന്ന് വിസ അടിക്കാൻ പറ്റത്തില്ല, നീ നാട്ടിൽ കയറി പോയിക്കോ എന്ന് പറഞ്ഞു. അമ്മ അവർ പറഞ്ഞു, എന്നെ നാട്ടിൽ കയറി വരാൻ വന്നാൽ ശരിയാവും അമ്മ. ഞാൻ മോനില്ല, ഞാൻ അച്ഛനെ പോയി കണ്ട് ഞാൻ കാണട്ടെ, അച്ഛനെ കാണാൻ കിട്ടാൻ കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടി ടോക്കൺ കിട്ടി. അപ്പോൾ ഞാൻ ഒരുപാട് കടബാധ്യതയിലാണ്. 1 സെൻറ്റ് ഭൂമി പോലും വീട് പോലും ഇല്ലാത്ത ഞാൻ വാടക വീട്ടിലാണ് കഴിയുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ എൻ്റെ മകൻ നാട്ടിൽ കയറി വന്ന ഈ ലക്ഷങ്ങളുടെ കടത്തിന് ഞാൻ എങ്ങനെ ഉത്തരം പറയും? ഞാൻ എന്ത് ചെയ്യുന്നുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലാണ്, ഞെരുക്കത്തിലായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ ടോക്കൺ കിട്ടി. അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 47 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മകന് വർക്കിംഗ് പെർമിറ്റ് ശരിയാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സങ്കടം, ഞാൻ അച്ഛൻ പറഞ്ഞില്ലല്ലോ, നാട്ടിൽ കയറി വരണോ വേണ്ടെന്ന് പറഞ്ഞില്ലേ, സങ്കടത്തിന് അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞു. എൻ്റെ 2 തട്ട് തന്നിട്ട് പറഞ്ഞു, ചിരിച്ചിട്ട് പോയി. അപ്പോൾ എനിക്ക് ഒരു അച്ഛൻ ചിരിച്ചാൽ പോയി. ഞാൻ ഇതിൻ്റെ ചെന്ന് എന്നാലും ഒരു എന്നിട്ട് ചിന്തിച്ച്, എന്തുകൊണ്ട് 47 ദിവസത്തിനുള്ളിൽ വർക്കിംഗ് പെർമിറ്റ് ശരിയാക്കുമെന്ന് പറഞ്ഞ കാര്യം എൻ്റെ മകൻ വിസ തന്നെ അടിച്ചിട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഈ 47 ദിവസത്തിൽ അച്ഛൻ പറഞ്ഞുവെങ്കിൽ ഈ 40 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ മകന് വിസ ശരിയാകുകയും എൻ്റെ മകൻ പോകും എന്നുള്ള ഉറപ്പോടും കൂടെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ വചനം ചൊല്ലി പ്രാർത്ഥന, ഏശയ്യ 45:2-3 വചനം ചൊല്ലി വെളിപാട് 3:8 ഇതൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മകൻ പറഞ്ഞു, 20-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് അവിടെ നിൽക്കേണ്ട ഡേറ്റ്. അമ്മ ഞാൻ കയറി വരട്ടോ? ഞാൻ പറഞ്ഞു, നീ വാ, നിന്നെ കൊന്ന് സംഭവിക്കില്ല, നീ വാ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഓഗസ്റ്റ് 11-ാം തീയതി അച്ഛൻ്റെ ഇത് കിട്ടുന്നു. മകൻ 20-ാം തീയതി കയറി വരുന്നു. ഈ വന്ന ഉടൻ തന്നെ എൻ്റെ മകൻ ആ ആഴ്ചയിൽ തന്നെ എല്ലാം എനിക്കറിയത്തില്ല. ഞാൻ അച്ഛൻ തന്ന ഒരു കാശ് രൂപ തന്നായിരുന്നു. ഈ കാശ് രൂപ മകൻ്റെ പേഴ്സിട്ടെന്ന് പറഞ്ഞാൽ, മോനെ നീ കാശ് നിധി പോലെ സൂക്ഷിച്ച് കളയരുത്, നീ എവിടെ പോയാൽ നിൻ്റെ കൂടെ ഉണ്ട്, നിൻ്റെ മാതാവ് നിൻ്റെ കൂടെ ഉണ്ട്, അമ്മ നിൻ്റെ കൂടെ ഉണ്ടാകും, നീ ഏത് കാര്യത്തിന് ഇറങ്ങിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാശിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ ആ മകൻ വന്ന സമയത്ത് തന്നെ ഇതിൻ്റെ എല്ലാ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ പെട്ടെന്ന് എനിക്കറിയത്തില്ല, പെട്ടെന്ന് വന്നു. ഈ 40 ദിവസത്തിൽ തന്നെ അവന് എല്ലാം ശരിയാകുന്നു, വിസയൊക്കെ ശരിയാകുന്നു. അപ്പോൾ പൈസ അടയ്ക്കണം, അവിടെ പൈസ അടയ്ക്കേണ്ട 6 ലക്ഷം രൂപ വേണം. ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കയ്യിലൊരു പൈസ പോലും ഇല്ല അമ്മേ, എൻ്റെ മക്കൾ പൈസ വെച്ചിട്ട് ആരും തരുന്നുമില്ല, കാരണം ഇത്ര ലക്ഷത്തിൻ്റെ കട എനിക്കുണ്ട്, 24 ലക്ഷത്തിൻ്റെ കടമുണ്ട്, ഇനി കടം വാങ്ങണമല്ലോ എന്നോർത്ത് വിഷമിച്ച് നിൽക്കുമ്പോൾ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ഇനി കാശുള്ളവർ എന്നെ വിളിച്ച് തന്ന് സഹായിക്കണം, എനിക്കിനി ആരുമില്ല ചോദിക്കാൻ, ഇനി അമ്മ തന്നെ കാശുള്ള ആൾക്കാർ എൻ്റെ വീട്ടിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞു. അത് ഞാൻ പ്രാർത്ഥിച്ച് രാവിലെ വെളുപ്പിനെ ഒരു ഫോൺ കോൾ വരുന്നു എൻ്റെ മകൾക്ക്, നിങ്ങൾക്ക് കാശ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാശ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇതാ ഇവിടെ ഒരാൾ കാശ് വെച്ചുകൊണ്ട് വീട്ടിൽ വന്നിരിക്കുന്നു, എൻ്റെ നാത്തൂനാണ് പറഞ്ഞത്, ഇതാ കുറച്ച് കാശ് വീട്ടിൽ വന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ ആ കാശ് വാങ്ങുകയും എൻ്റെ മകൻ്റെ കാര്യങ്ങളെല്ലാം മാതാവ് എന്തോ ഈ 47 ദിവസത്തിൽ തന്നെ ഈ കാശ് 6 ലക്ഷം രൂപ ഒത്തുവരികയും അതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന കാര്യത്തിന് ഒരു തടസ്സവും ഒന്നുമില്ല. എന്താ പെട്ടെന്ന് ഫാസ്റ്റാണ്. ഞാൻ പറയും, മാതാവേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദാവീദ് രാജാവ് കഴുതപ്പുറത്ത് സീക്രം പായുന്ന കഴുതപ്പുറത്ത് യുദ്ധത്തിനൊക്കെ പോകണം, അതുപോലെ ഈ സീക്രം പായുന്ന കഴുത പോലെ എൻ്റെ മകൻ്റെ കാര്യം സീക്രം നടക്കണം എന്ന് ഞാൻ അങ്ങനെ ഉറച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച ഫലമായിട്ട് ഈ 40 ദിവസത്തിനുള്ളിൽ മകനെ വിസ ശരിയാകുകയും, അപ്പോൾ ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ അവൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം കൊണ്ട് വിശ്വാസ പ്രമാണത്തിന് കുരിശന് പ്രാർത്ഥിച്ചു വിടുന്ന. ഞാൻ ഒരു മോനെ നീ ധൈര്യമായിട്ട് പോയിക്കോ, മാതാവ് നിൻ്റെ കൂടെയുണ്ട്, നിനക്കൊന്നിനും തടസ്സം വരത്തില്ല എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതേപോലെ തന്നെ മാതാവ് കൂടെ നിന്നിൻ്റെ മകനെ കാത്ത് 3-ാം തീയതി അവന് ഈ മാസം ഒക്ടോബർ 3-ാം തീയതി അവൻ പോവുകയും ചെയ്തു. അവിടെ ചെന്ന് ജോലി കയറുകയും ചെയ്തു. ഈ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് ഈ ഒരു വലിയൊരു കാര്യം മാതാവ് എനിക്ക് സാധിച്ചു തന്നത്. അതിൽ തന്നെ ഞാൻ ഒരു പ്രേക്ഷിത ജോലി എന്ന് പറയുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ
ഇതിൽ അനാഥാലയങ്ങൾ സന്ദർശിക്കാൻ പോകുമായിരുന്നു. രോഗികളെ സന്ദർശിക്കാൻ പോകും, വീടുകളിൽ ആശുപത്രികളിൽ പത്രം കൊടുക്കുന്ന കാര്യത്തിൽ എനിക്കൊരു മടിയില്ല. കാരണം ഒരു കെട്ടല്ല 4 കെട്ട് വാങ്ങിച്ച് ഞാൻ കൊണ്ടുപോയി എവിടെ യാത്രയ്ക്ക് പോലും എൻ്റെ പത്രം കയ്യിലുണ്ട്. ആരെ കണ്ടാലും ഞാൻ പത്രം കൊടുക്കും. ഏത് ജയിലിലായാലും സ്റ്റേഷനിലായാലും ബസ് സ്റ്റോപ്പിലായാലും എവിടെ വേണമെങ്കിലും ബസ്സിലൊക്കെ ആയിരുന്നു ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ പറയും, കർത്താവേ, ഞാൻ അറിയുന്ന എൻ്റെ ഈശോയെ എല്ലാവരും അറിയണം, ഈ കൃപാസന മാതാവിനെ എല്ലാവരും അനുഭവിച്ചറിയണം എന്നുള്ള ഒരു വിശ്വാസത്തോടും കൂടെ ഞാൻ ഈ പത്രം എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അനാഥാലയങ്ങളിൽ പോകുമ്പോൾ രാവിലെ പ്രഭാതബലിക്ക് എല്ലാ ദിവസവും പോകണം ഞാനാണ്. അപ്പോൾ ഞാൻ പ്രഭാതബലി തീർന്ന ഉടൻ തന്നെ ആ രാവിലെ എഴുന്നേറ്റ് ഞാൻ ആശ്രമത്തിൽ പോകും. മാനസിക രോഗികളെ കുളിപ്പിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ അവർക്ക് വേണ്ട ചില പൊതുശോറ് ശുശ്രൂഷ വേണ്ട ആവശ്യമുള്ള കാശുകളൊക്കെ കൊടുക്കുക, ഇങ്ങനെയൊക്കെ എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതൊക്കെ ശരി. പിന്നെ ഞാൻ ആത്മീയ കാര്യങ്ങൾ വളരെ വന്ന് കൂടുതൽ എൻ്റെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം, ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മുതൽ എൻ്റെ സ്വഭാവത്തിന് വലിയൊരു മാറ്റം സംഭവിച്ചു. കാരണം കോപിക്കുന്ന സ്വഭാവക്കാരിയാണ്, പെട്ടെന്ന് എടുത്തെടുച്ചാലും സംസാരിക്കുന്ന ഞാൻ ആരെന്ത് പറഞ്ഞാലും കോപം വരത്തില്ല. എളിമയിലും ശാന്തത നിൽക്കാനുള്ള സ്വഭാവം മാതാവ് എനിക്ക് തന്നു. എന്ത് പറഞ്ഞാലും ഭർത്താവായാലും മക്കളായാലും നാട്ടുകാരായാലും എന്നെ എന്ത് പറഞ്ഞാലും എനിക്കെന്താ ശാന്തത തന്നു, എൻ്റെ മനസ്സിനെ ശാന്തത നയിച്ചു. പിന്നെ മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കുമായിരുന്നു. പിന്നെ 2 ആഴ്ചയിലൊരിക്കയായി, പിന്നെ ആഴ്ചയിലൊരിക്കയായി അങ്ങനെ കുമ്പസാരിച്ച് വിശുദ്ധിയോടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ചെയ്തു. അങ്ങനെ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇതുവരെ കരുതിയതിനും എല്ലാത്തിനും മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ.